പ്രഖ്യാപിച്ചതോടെ മുന്നണികൾ സീറ്റ് ചർച്ചകൾക്ക് വേഗം കൂട്ടിയിരിക്കുകയാണ്. പ്രധാന കക്ഷികളുമായുള്ള ചർച്ചകൾ മുന്നേറിയപ്പോൾ ജയസാധ്യതയുള്ള സീറ്റുകൾ വിട്ടുകൊടുക്കാൻ CPM, കോൺഗ്രസ്, BJP എന്നിവ തയ്യാറാകാത്തത് ചെറിയ ചെറിയ കക്ഷികൾക്ക് തലവേദന ഉണ്ടാക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിൽ മുന്നണികളിലെ പല ഘടക കക്ഷികൾക്കും സീറ്റ് ലഭിക്കാതെ പോയതോടെ ചില അനിഷ്ടങ്ങൾ ഉയർന്നിരിക്കുന്നുണ്ട്. ഇതിന് പരിഹാരമായി ചില ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കുള്ള വാർഡുകൾ നൽകുന്നത് വഴി അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നിലവിൽ നടന്നു വരുന്നത്. ബ്ലോക്ക് പഞ്ചായത്തുകളിലാണ് തർക്കങ്ങൾ കുറവായിട്ടുള്ളത്. പാർട്ടികൾ ആഭ്യന്തര കലഹങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സ്ഥാനാർത്ഥി പട്ടികകൾ അന്തിമമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രശ്നമില്ലാത്ത ഡിവിഷനുകളിൽ സ്ഥാനാർത്ഥി പേരുകൾ നേതൃത്വത്തിന്റെ അംഗീകാരം തേടിയിട്ടുമുണ്ട്. കോർപ്പറേഷൻ കീഴടക്കാനാണ് മുന്നണികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ജില്ലയുടെ നിയന്ത്രണം നേടണമെങ്കിൽ കൊച്ചി കോർപ്പറേഷൻ നിർണായകമാണ്. അതിനായി കോൺഗ്രസ് മുൻകൂട്ടി പ്രതിപക്ഷ നേതാവ് VD സതീശനെ ചുമതലപ്പെടുത്തി പ്രവർത്തനം ആരംഭിച്ചിരുന്നു. UDF കോർപ്പറേഷൻ സീറ്റ് ചർച്ചകൾ പൂർത്തിയാക്കി. ചെറുകക്ഷികളുമായുള്ള കുറച്ച് ധാരണകൾ മാത്രമാണ് ബാക്കിയുള്ളത്. മുസ്ലിം ലീഗിന് 7 സീറ്റുകളും കേരള കോൺഗ്രസിന് 3 സീറ്റുകളും ലഭിച്ചു. RSP, CMP പോലെയുള്ള ചെറിയ കൂട്ടുകക്ഷികളാണ് ഇപ്പോഴും പ്രശ്നങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. വെൽഫെയർ പാർട്ടി UDFനൊപ്പം നിൽക്കുന്നതിനാൽ ചില സീറ്റുകളിൽ അവരുടെ പിന്തുണയുള്ള സ്ഥാനാർത്ഥികൾ വരാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ കോൺഗ്രസിനുള്ളിൽ സ്ഥാനാർത്ഥിത്വത്തിനായി കിനാവ് കാണുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടുതലുമാണ്. റിബൽ പ്രശ്നം ഒഴിവാക്കാൻ പാർട്ടി നേതൃത്വം കഠിനമായി പരിശ്രമിക്കുന്നുമുണ്ട്. ഇടതുമുന്നണി ഭാഗത്ത് സീറ്റ് ചർച്ചകൾ പൂർത്തിയായി. ചൊവ്വാഴ്ച CPM സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ട്. CPIക്ക് 8 സീറ്റുകളും കേരള കോൺഗ്രസിന് 3 സീറ്റുകളും നൽകിയാണ് ധാരണയിലെത്തിയത്. കോൺഗ്രസിൽ നിന്നും മാറിയ നിരവധി നേതാക്കളും ഇടത് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. NDAയുടെ കോർപ്പറേഷൻ തല ചർച്ചകൾ ഇപ്പോഴും തീർന്നിട്ടുമില്ല. പാർട്ടി സ്ഥാനാർത്ഥികളുടെ പേരുകൾ തദ്ദേശ തലത്തിൽ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും നേതൃത്വത്തിന്റെ അന്തിമ അനുമതി മാത്രമാണ് ബാക്കിയുള്ളത്. കൊച്ചിയിലെ ഒരു മുതിർന്ന വനിതാ നേതാവിന്റെ അതൃപ്തി BJPയെ വലയ്ക്കുന്നുമുണ്ട്. ഇക്കുറി 2020യും കോർപ്പറേഷൻ മത്സര രംഗത്തേക്ക് എത്തുന്നു എന്നതാണ് മുന്നണികൾക്ക് പ്രധാനപ്പെട്ട വെല്ലുവിളി. അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. ജില്ലാ പഞ്ചായത്തിൽ ഇടതുമുന്നണി പ്രധാന കക്ഷികൾക്കൊപ്പം തന്ത്രപരമായ ചർച്ചകൾ നടത്തി വരികയാണ്. CPIക്ക് ആലുവ, എടത്തല, ആലങ്ങാട്, വാളകം, പാമ്പാക്കുട എന്നീ സീറ്റുകൾ ലഭിച്ചു. എന്നാൽ മറ്റ് കൂട്ടുകക്ഷികൾ അതൃപ്തരാണ്. NCP കീഴ്മാട് സീറ്റ് ആവശ്യപ്പെടുമ്പോൾ കേരള കോൺഗ്രസ് M 2 സീറ്റിനായി ശ്രമിക്കുകയാണ്. UDFന്റെ ജില്ലാ പഞ്ചായത്ത് സീറ്റ് ചർച്ചകൾ ഭാഗികമായി മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. കേരള കോൺഗ്രസ് M പോത്താനിക്കാട് സീറ്റ് ഉറപ്പിച്ചു. മുസ്ലിം ലീഗിന് എടത്തലയും കടുങ്ങല്ലൂരും ലഭിച്ചു. NDAയിലും പ്രധാന ചർച്ചകൾ BDJSുമാണ് നടക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തുകളിലാണ് മുന്നണികൾക്ക് വലിയ ഭിന്നതകൾ കുറവായിട്ട് കാണുന്നത്. ജില്ലാ പഞ്ചായത്ത് സീറ്റ് നഷ്ടപ്പെട്ട ഘടക കക്ഷികൾക്ക് ബ്ലോക്കുകളിൽ അധികാരം നൽകി തൃപ്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചു വരുന്നു. നിലവിൽ 14-ൽ 7 ഇടതുമുന്നണിയും 6 UDFും അധികാരത്തിലുണ്ട്. വടവുകോട് ബ്ലോക്കിൽ 2020യാണ് ഭരണത്തിലുള്ളത്. മുനിസിപ്പാലിറ്റികളാണ് ഏറ്റവും കടുത്ത പോരാട്ടം പ്രതീക്ഷിക്കുന്നത്. നിലവിൽ 9 മുനിസിപ്പാലിറ്റികളിൽ UDF ആണ് ഭരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ കൃത്യത പുലർത്തി കൂടുതൽ മുനിസിപ്പാലിറ്റികൾ പിടിക്കാനാണ് ഇടതുമുന്നണി ശ്രമിക്കുന്നത്. UDF എല്ലാ നഗരസഭകളും ലക്ഷ്യമിട്ടാണ് മുന്നേറുന്നത്. കൂത്താട്ടുകളും മുനിസിപ്പാലിറ്റി വീണ്ടെടുത്തത് അവർക്ക് ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. അതേസമയം CPMും അതിനെ അഭിമാന പോരാട്ടമായിട്ടാണ് കാണുന്നത്. തൃക്കാക്കരയിൽ സ്വതന്ത്രരുടെ പിന്തുണയോടെയായിരുന്നു UDF ഭരണം. ഇപ്പോഴത് ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് അവർ. തൃപ്പൂണിത്തുറയിൽ ഭൂരിപക്ഷമില്ലാതെ ഇടതുമുന്നണി അധികാരത്തിലെത്തിയപ്പോൾ BJP അവിടെ ശക്തമായി രംഗത്തുണ്ട്. 2020യും പ്രധാന മുനിസിപ്പാലിറ്റികളിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നുമുണ്ട്. ജില്ലയിലെ 82 പഞ്ചായത്തുകളിലെ ഫലം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഗതി നിശ്ചയിക്കുമെന്ന വിശ്വാസത്തിലാണ് മുന്നണികൾ. താഴെ തട്ടിൽ പരമാവധി പഞ്ചായത്തുകൾ പിടിക്കാനാണ് ശ്രമം. ചെറിയ പ്രശ്നങ്ങൾ നേതൃത്വം നേരിട്ട് പരിഹരിക്കുന്നുമുണ്ട്. നിലവിൽ 45 പഞ്ചായത്തുകൾ UDFനും 33 ഇടതുമുന്നണിക്കും 4 2020ക്കും കീഴിലാണ്. ഇത്തവണ കൂടുതൽ പഞ്ചായത്തുകൾ നേടാനാണ് 2020യുടെ ശ്രമം. വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്താനാണ് ഇക്കുറി മുന്നണികൾ ലക്ഷ്യമിടുന്നത്. പ്രസിഡന്റ് സ്ഥാനങ്ങൾ സംബന്ധിച്ച ധാരണകൾ പാലിക്കാത്തതാണ് പഴയ പ്രതിസന്ധികൾക്ക് കാരണമായതെന്നും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് മുന്നണികൾ ശ്രമിക്കുന്നത്.